പ്രണയമൽഹാർ. ഏയ്, വിടുന്നുണ്ടോ? മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. ദുർഗ അവന്റെ ദേഹത്ത് കിടന്ന് കാലിട്ടടിച്ചു. എന്നാൽ തന്റെ റൂമിലെത്തിയ ശേഷമായിരുന്നു കാശി അവളെ താഴേക്ക് നിർത്തിയത്. അവളുടെ അഴിഞ്ഞുളിഞ്ഞ സാരിയെല്ലാം കൂടി ദുർഗ കൂട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും കാശി ഡോറടിച്ച് ലോക്ക് ചെയ്തു. ദുർഗയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അവൾ ചുറ്റിനും നോക്കി. ആ റൂമിൽ മറ്റാരുമില്ല. കാശിയാണെങ്കിൽ അവന്റെ ഷർട്ടെടുത്ത് പുറത്തേക്കിട്ടുകൊണ്ട് അവിടെ അരികിലേക്ക് വന്നു. എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ ദുർഗയുടെ മരണത്തിനു കൂടി നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അവൾ കാശിയെ നോക്കി പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ഉറപ്പായിട്ടും ഞാൻ ഉത്തരവാദിത്വം പറഞ്ഞോളാം. അതൊന്നോർത്ത് താൻ നേഴ്വസ് ആവണ്ടെന്നേ. കാശി അരികിലേക്ക് വരുന്തോറും ദുർഗ പിന്നിലേക്ക് നീങ്ങി. സർ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, പ്ലീസ്. ഞാൻ അവൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഓ, കുറച്ചു മുന്നേ എന്തായിരുന്നടി നിന്റെ പെർഫോമൻസ്? ആണൊരുത്തിന്റെ കരണത്തടിച്ചിട്ട് നിന്നിപ്പോ വേദാന്തം പുലുമ്പുന്നൊടി നീയ. എന്റെ അച്ഛനും അമ്മയും പാവങ്ങളാ സാറ്. അവരെക്കുറിച്ചൊക്കെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ ഞാൻ പ്രതികരിക്കും. ഓ, അത് ശരി, നീ പ്രതികരിക്കുമല്ലേടി? എങ്കിലതൊന്ന് കാണട്ടെ. കാശി അല്പം കൂടി മുന്നോട്ട് വന്ന് അവളുടെ ശരീരത്തിലേക്ക് അവൻ ചേർന്നു വന്നതും ദുർഗ അവനെ തള്ളി മാറ്റി. ജീവിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങൾ? അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഈ ജോലി തുടർന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാകും. ദേവി, ഇത് അല്പം മനസാക്ഷി ഉണ്ടാവണം, പ്ലീസ്. അവൾ അവന്റെ മുമ്പിൽ കൈകൂപ്പി തൊഴുതു. പെട്ടെന്ന് കാശിനാഥൻ ദുർഗയുടെ കയ്യിൽ പിടിത്തുവിട്ടു. എന്നെ തല്ലിയതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. കാശി പറഞ്ഞതും ദുർഗ വിഷമത്തോടെ അവനെ നോക്കി. സർ, പ്ലീസ്. അവൾക്ക് മിഴികൾ നിറഞ്ഞു. കാശിനാഥനെ നിനക്കറിയില്ല ദുർഗ, നിനക്കെന്നല്ല ആർക്കും. അവനവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവന്റെ മുഖത്തെ ആ ഭാവം, അതെന്താണെന്ന് ദുർഗയ്ക്ക് മനസ്സിലായില്ല. ദയനീയമായി അവൾ അവനെ നോക്കി നിന്നു. അഴിഞ്ഞൊലിഞ്ഞ സാരിയും കൂട്ടിപ്പിടിച്ച് വിഷമത്തോടെ നിൽക്കുവാണ് ദുർഗ. അപ്പൊ നിനക്കിവിടെ ജോലി തുടർന്നേ പറ്റൂ അല്ലേ ദുർഗ? കാശി ചോദിച്ചതും അവൾ തലകുലുക്കി. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ താൻ ഈ ജോലി ഉപേക്ഷിക്കത്തില്ല അല്ലേ? സാർ, എന്റെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം, പ്ലീസ്. അവൾ വീണ്ടും രണ്ട് കൈകൾ കൂപ്പി. ഓക്കെ, ശരി, ബട്ട് വൺ കണ്ടീഷൻ. കാശി പറഞ്ഞതും ദുർഗ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്റെ അച്ഛനും അമ്മയും നിന്റെ വീട്ടിൽ വിവാഹം ആലോചിച്ച് വരുമ്പോൾ യാതൊരു കാരണവശാലും നീ വിവാഹത്തിന് സമ്മതിക്കരുത്. സമ്മതിച്ചാ പിന്നെ നിനക്ക് ഈ വർഷം ഒരു കമ്പനിയിലും ജോലി കിട്ടാത്ത വിധം നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. നിനക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമോ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകണം. അങ്ങനെ ഒഴിവായെങ്കിൽ നിനക്ക് മാസം 60,000 രൂപയൊക്കെ ഞാൻ തരും. ആലോചിച്ച് തീരുമാനിക്കുക, എന്നിട്ട് എന്നെ വിവരം അറിയിക്കുക വിത്തിൻ 2 hours. സാർ, 2 hours പോയിട്ട് 2 മിനിറ്റിന്റെ പോലും ആവശ്യം എനിക്കില്ല. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ ജോലി മാത്രം തന്നാൽ മതി, പ്ലീസ്. പെട്ടെന്ന് ദുർഗ പറഞ്ഞു. ഇനി മുതൽ ഈ ഓഫീസിലേക്ക് വരില്ലെന്ന് പറഞ്ഞാണ് നീ ഇന്നലെ പോയത്. എന്നിട്ട് വീണ്ടും നീ വന്നില്ലേ? നിന്റെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും ദുർഗ? സാർ, ഈ ജോലിയില്ലാതെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വീണ്ടും വന്നത്. പക്ഷേ വിവാഹക്കാര്യം, അങ്ങനെ സാറിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നെങ്കിൽ അത് ഉറപ്പായി ഞാൻ മുടക്കിക്കൊള്ളാം. സാറിനെ ദേവി ഇത് വിശ്വസിക്കണം. നിന്നെ യാതൊരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം നിന്റെ പ്രൊഫഷനും അതാണ്. നിനക്ക് പണം കൂടുതൽ കിട്ടുമ്പോൾ അവിടേക്ക് ചായുന്നവളാണ് നീ. അതുകൊണ്ട് അധികം പുണ്യാളത്തെ ചമഞ്ഞുള്ള വർത്താനമൊന്നും വേണ്ട. കാശി പറയുന്ന കേട്ട് ദുർഗയ്ക്ക് മുഖം കുനിഞ്ഞു. ഫോൺ റിങ് ചെയ്തതും കാശി പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തു നോക്കി. അച്ഛനായിരുന്നു വിളിക്കുന്നത്. അവൻ കോൾ കട്ട് ചെയ്തു. പിന്നെയും 2-3 തവണ അച്ഛനും അമ്മയും മാറി മാറി വിളിച്ചു. കാശി ഫോൺ കട്ട് ചെയ്ത് വിട്ടു. ഒടുവിൽ എമർജൻസി കോളിൽ ദേവരാജൻ വിളിച്ചപ്പോൾ അവനത് അറ്റൻഡ് ചെയ്തു. സാർ, മേനോൻ സാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാറിന് ഡോർ ലോക്ക് മാറ്റാമോ? ദേവരാജൻ ചോദിച്ചത് കേട്ടതും കാശി പെട്ടെന്ന് സ്തബ്ധനായി നിന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം ദുർഗയെ നോക്കിയപ്പോൾ തിരിഞ്ഞു നിന്ന് സാരിയുടെ പ്ലേറ്റ് എടുത്ത് കുത്തുകയാണവൻ. ദുർഗ, കാശി വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൾ വേഗം മുഖമുയർത്തി അവനെ നോക്കി.
അപ്പോഴേക്കും അവൾ സാരി വേഗത്തിൽ ഉടുത്തു കഴിഞ്ഞിരുന്നു. സർ, എടോ, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. താൻ ഇവിടെ നിന്നോണം. ഞാൻ പറയാതെ ഈ വാതിൽ ഓപ്പൺ ചെയ്യരുത് കേട്ടോ. അവൻ പറഞ്ഞതും പേടിയോടെ ദുർഗ തലകുലുക്കി. പ്രൈവറ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയതും ദുർഗ ഡോർ ലോക്ക് ചെയ്തു. വേഗം ചെന്നിട്ട് അവൻ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആക്കി. അച്ഛനും അമ്മയും അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും കാശിക്കാകെ പരവശമായി. ഒന്നും നോക്കാതെ കൊണ്ട് അമ്മ നേരെ പ്രൈവറ്റ് റൂമിലേക്കാണ് പോയത്. വാതിൽ അകത്തു നിന്ന് ലോക്കാണെന്ന് മനസ്സിലായതും പത്മിനി മകന്റെ നേരെ തിരിഞ്ഞു. നീ എന്തിനാ എന്റെ മോളെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒന്ന് തുറന്ന് കാണിക്കുമോനെ? ചിരിയോടെ പത്മിനി പറഞ്ഞതും കാശിക്ക് സർവ്വനാടികളും സ്തംഭിച്ച പോലെ തോന്നി. അവൻ പത്മിനിയെ നോക്കിയപ്പോൾ അവർ രണ്ടാളും ചേർന്ന് ചിരിക്കുവാണ്. എന്റെ മോളെ ഒന്ന് കാണുവാനായി ഞാൻ തിടുക്കപ്പെട്ടു വന്നതാ. എന്റെ അവസ്ഥയൊന്ന് കണ്ടേ ഏട്ടാ. കാശി വാതി തുറക്കട, അച്ഛനും അമ്മയും ഒരുപോലെ പറഞ്ഞത്. കാശിനാഥൻ ചെന്നിട്ട് ഡോറി തട്ടി. ദുർഗ, ഓപ്പൺ ഇറ്റ്. ശബ്ദം കേട്ടതും അകത്തു നിന്നും ദുർഗയെ അടിമുടി വെറുക്കുകയാണ്. കാശിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. എന്ത് ചെയ്യുകയെന്ന് യാതൊരു ഊഹവും അവർക്ക് കിട്ടിയില്ല. ദുർഗ, വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും കാശി ഒന്നുകൂടെ വിളിച്ചു. അപ്പോഴേക്കും വാതിൽ പതിയെ തുറക്കപ്പെട്ടു. വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയാണ് ദുർഗ. മോളെ. പത്മിനി വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഈ ചെക്കൻ എന്റെ മോളെ ഇവിടെ പൂട്ടിയിരിക്കുമായിരുന്നല്ലേ? അരികിലായിരുന്ന കാശിയുടെ വയറിൽ ഒരു ഇടിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് പത്മിനി പറയുകയാണ്. അവരവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ദുർഗയെ വല്ലാണ്ട് വെറിച്ചു. അത് മനസ്സിലാക്കിയതും പത്മിനി അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ ഒന്ന് തലോടി. എന്തിനാ എന്റെ കുട്ടി പേടിക്കുന്നേ? അവർ ചോദിച്ചതും ദുർഗ മുഖം കുനിച്ചു. ദുർഗയുടെ കഴുത്തിൽ കിടന്ന മാല പത്മിനി കയ്യിലെടുത്തു. ശേഷം ഒരു ഹാർട്ടിന്റെ ആകൃതിയിലുള്ള ലോക്കറ്റിലേക്ക് അവരുടെ മിഴികൾ നീട്ടു. അതവർ പതിയെ തുറന്നു. അപ്പോഴേക്കും ദുർഗ താൻ ഇവിടെ വീണു പോകുമോ എന്ന് ഭയന്നു പോയിരുന്നു. കാശിനാഥൻ അന്നണിയിച്ച താലിയായിരുന്നു ആ ലോക്കറ്റിന്റെ ഉള്ളിൽ. നോക്കേട്ടാ, ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോന്ന്? പത്മിനി നിറഞ്ഞ സന്തോഷത്തോടെ ദുർഗയുടെ മുടിയിൽ തഴുകി. അവർ പറയുന്ന കേട്ടുകൊണ്ട് കാശിയും അമ്മയും നോക്കി. കാശി ഒന്ന് അണിയിച്ച താലി അത് ദുർഗയുടെ കഴുത്തിൽ കിടക്കുന്ന കണ്ടതും അവന് ദേഷ്യം വന്നു. കലിയോടെ അവൻ അവളെ നോക്കി. അവന്റെ ദേഷ്യം മുഴുവൻ കൈമുഷ്ടിയിൽ അമർന്നു. മുടിയുടെ മറവിൽ ഒളിപ്പിച്ചു വെച്ച ചുവന്ന രാശി അത് കണ്ടതും പത്മിനിയുടെ മുഖം വീണ്ടും വിടർന്നു. അതെ, ഇങ്ങനെ പാത്തും പതുങ്ങിയൊന്നും എന്റെ മകൻ കെട്ടിത്തന്ന താലിയും ഇട്ട് നടക്കേണ്ട ഗതികേട് എന്റെ കുട്ടിക്കില്ലാട്ടോ. ഞങ്ങൾ വരുന്നുണ്ട് മോളുടെ വീട്ടിലേക്ക്. ഉടനെ തന്നെ എന്റെ മോളെ തരണമെന്ന് പറയാൻ. പത്മിനി പറയുന്ന കേട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാണ്ട് വിഷമത്തോടെ നിൽക്കുവാണ് ദുർഗ. മേനോനും അതീവ വാത്സല്യത്തോടെ അവളെ നോക്കി. ഒരു പാവം പെൺകിടാവ്. അയാൾക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. കൃഷ്ണേട്ടാ, കുട്ടിയുടെ വീടും അഡ്രസ്സും ഒക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. പത്മിനി മേനോനെ നോക്കി. ഓക്കെ. അമ്മയ്ക്ക് നിർബന്ധം മോളെ ഒന്ന് കണ്ടിട്ട് മോളുടെ വീട്ടിലേക്ക് പോകാമെന്ന്. അതാണ് ഞങ്ങൾ രണ്ടാളും കൂടി നേരെ എവിടേക്ക് പോകുന്നത്. മേനോൻ കാശിയും ദുർഗയും മാറി മാറി നോക്കി പറഞ്ഞു. ശേഷം ദുർഗയോട് അവളുടെ അച്ഛന്റെ പേരും വീട്ടുപേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. ദുർഗയ്ക്കാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകണമെന്നും അവളുടെ അന്തരാത്മാവ് മന്ത്രിക്കുന്നുണ്ട്. എന്നാൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ഈ താലിയും നെറുകയിലെ സിന്ദൂരവും അത് പത്മിനി കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി താൻ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ലെന്നും അവൾക്ക് തോന്നി. ദുർഗ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് മേനോൻ തന്റെ നോട്ട് പാഡിൽ സേവ് ചെയ്തു. ശേഷം അവരിരുവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി. പോകും മുമ്പ് ദുർഗയുടെ ഫോൺ നമ്പർ വാങ്ങിക്കുവാനും പത്മിനി മറന്നില്ല. അവർ രണ്ടാളും ഇറങ്ങിപ്പോയതും ദുർഗയ്ക്ക് ഒന്ന് മുഖമുയർത്തി കാശിയെ നോക്കാൻ പോലും ആവാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവൻ അടുത്തേക്ക് വന്നതും ദുർഗയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തുടരും. കൂടെ കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മിത്ര.